ഹായ്! ഇന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ആദ്യം നമുക്കൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതോടെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം നമുക്ക് 2 മുട്ട എടുത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഉപ്പൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എല്ലാത്തിനും കൂടി നമ്മളങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായി പോകും. അപ്പോൾ അത് ഇതുപോലൊരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് എഗ് സ്ക്രാമ്പിൾസ് ഉണ്ടാക്കുക. ഇപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്ഗും റെഡി ആയിട്ടുണ്ട്. അപ്പം അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നന്നായിട്ട് അതിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഇതുപോലെ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നതിന് വരെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ടൊന്ന് ചെറുതായിട്ട് നമ്മൾ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുത്തി ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അത് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും. അപ്പോൾ ഇത് പെപ്പറിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചിക്കൻ ഇങ്ങനെ വെളുത്തിരിക്കാതിരിക്കാൻ വേണ്ടി ഇലക്കി ഇച്ചിരി ചേർത്ത് കൊടുത്തു മാത്രം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് കഴിയുമ്പോഴത്തേന് അത് ചെറിയ ചെറിയ പീസസ് ആയിക്കോളൂ. അപ്പോൾ അതിൽ വെള്ളം എല്ലാം പറ്റിയിട്ട് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഇനി വേറൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം സ്പ്രിംഗ് ഒനിയൻ്റെ താഴത്തെ വലിയ ഭാഗം ഉണ്ടല്ലേ അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ കുറച്ച് ഒരു 1-2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒത്തിരി നേരം അടുപ്പിലിട്ട് നന്നായിട്ടൊന്നും വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീൻസ് എന്തുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. വെജീസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. അതിലേക്ക് ഞാനിത് ഉപ്പ് തിളപ്പിച്ചിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് വേവിച്ചെടുത്ത് ബസ്മതി റൈസാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1.5 ഗ്ലാസ് അളവിൽ അരി എടുത്തിട്ടുണ്ട്. ചേർത്തെടുത്ത് നന്നായിട്ട് മിക്സ് ആയി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും പിന്നെ സ്പ്രിംഗ് ഒനിയൻ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഗ്രീൻ ഭാഗമാണിത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാണ്.
നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു സാലഡും ഇതും കൂടി ഉണ്ടെങ്കിൽ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാത്രം ചെറുതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി. കുറച്ചുകൂടെ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഒനിയനൂടെ മേലിൽ കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്കൊരു സെർവ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റാം. അത് നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്താ പറയുക, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം സാലഡും അതിൻ്റെ കൂടെ ഉണ്ടാക്കി അത് മതി. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ അതിനകത്ത് ഇട്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. ആ ഒരു എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ കൂടെ ഞാൻ സാലഡാണ് സൈഡ് ഡിഷായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.